ലീനിയർ പ്രോഗ്രാമിങ്ങിൽ മറ്റൊരു പ്രോബ്ലം നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള അതുപോലത്തെ ഒരു പ്രോബ്ലം തന്നെയാണ്. ക്വസ്റ്റ്യന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യന് ഒരു എക്സ്പ്ലനേഷൻ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളതായിരുന്നു. ചിലപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം, അതല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻസും തന്നിട്ട് ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: മാക്സിമൈസ് z ഈക്വൽ ടു 50x1 plus 60x2 subject to 3x1 plus 2x2 less than or equal to 1500, 2x1 plus 3x2 less than or equal to 1500. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈ z ഈക്വൽ ടു 50x1 പ്ലസ് 60x2 എന്ന് പറയുന്ന ഇതാണ് എന്ത്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ് 50x1 പ്ലസ് 60x2. ഇതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇതൊരു മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, മാക്സിമൈസ് എന്നാണ് പറയുന്നത്. അപ്പോൾ മാക്സിമൈസ് z ഈക്വൽ ടു 50x1 പ്ലസ് 60x2. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമുക്ക് ഏതാണെന്ന് മനസ്സിലായി. ഈ തന്നിട്ടുള്ള രണ്ടെണ്ണത്തിന് എന്താ പറയുക? ഇതാണ് എന്ത്? കൺസ്ട്രെയിൻസ്. ഈ തന്നിട്ടുള്ളതാണ് കൺസ്ട്രെയിൻസ്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻസും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ആദ്യം ഈ ഇക്വേഷനിൽ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കും. ഫസ്റ്റത്തെ ഇക്വേഷൻ എന്താണ്? 3x1 പ്ലസ് 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1500. ഈ ഇക്വേഷനെ നമ്മൾ എന്താക്കണം? ഈക്വാലിറ്റിയിലേക്ക് മാറ്റണം. അപ്പോൾ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറ്റിയിട്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഈക്വൽ ടു ആക്കി കൊടുക്കണം. അപ്പോൾ 3x1 പ്ലസ് 2x2 ഈക്വൽ ടു 1500. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ x1ൻ്റെ വാല്യൂ 0 എടുത്തിട്ട് ആദ്യം നമ്മൾ പ്രോബ്ലം ചെയ്യണം. പിന്നെ x2ൻ്റെ വാല്യൂ 0 എടുത്തിട്ടും പ്രോബ്ലം ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ x1 0 ആയിട്ട് എടുക്കുമ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? 3 ഇൻറ്റു 0 പ്ലസ് 2x2 ഈക്വൽ ടു 1500. 3 ഇൻറ്റു 0 0 ആണ്. 2x2 ഈക്വൽ ടു 1500. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x2 ഈക്വൽ ടു 1500 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 750 ആണ് കിട്ടുക, 750. അപ്പോൾ x1 0 ആവുമ്പോൾ x2 എന്ന് പറയുന്നത് എത്രയാണ്? 750 ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് 0, 750. ഇതാണ് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യേണ്ട ഫസ്റ്റ് പോയിൻ്റ്. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ x1നെ 0 ആക്കി എടുത്തു. ഇനി എന്ത് ചെയ്യണം? x2നെ 0 ആക്കി എടുക്കണം. അപ്പോൾ x2 0 ആക്കി എടുക്കുമ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? 3x1 പ്ലസ് 2x2 എന്നുള്ളടത്ത് 2 ഇൻറ്റു 0 ഈക്വൽ ടു 1500. 3x1 2 ഇൻറ്റു 0 0 ആണ്. അപ്പോൾ 3x1 ഈസ് ഈക്വൽ ടു 1500. x1 ഈസ് ഈക്വൽ ടു 1500 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 500. അപ്പോൾ x2 0 ആണെങ്കിൽ x1 എന്ന് പറയുന്നത് 500 ആണ്. അപ്പോൾ അടുത്ത പോയിന്റ് നമുക്ക് കിട്ടിയ എത്രയാണ്? 500 0. ഇതെന്തുകൊണ്ടാണ് എങ്ങനെ എഴുതുന്നത്? 0 ഫസ്റ്റ് എഴുതരുത്. കാരണം 0 എന്താണ്? x2 ആണ്. ആദ്യം നമ്മൾ x1 എഴുതണം, പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? x2 എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ വെച്ച് കിട്ടുന്ന രണ്ട് പോയിൻ്റാണ് 0, 750യും അതേപോലെ തന്നെ 500 0യും. ഇനി നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ്: 2x1 പ്ലസ് 3x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1500. അതിനെ നമ്മൾ ഈക്വാലിറ്റിയിലേക്ക് മാറ്റണം. ഈക്വാലിറ്റിയിലേക്ക് മാറ്റുമ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും? ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളിടത്ത് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഈക്വൽ ടു മാത്രമേ ഉണ്ടാവുള്ളൂ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറിയിട്ട് ഈക്വൽ ടു ആവും. അപ്പോൾ ഇക്വേഷനെ ഞാൻ റീറൈറ്റ് ചെയ്ത് ഇവിടെ എഴുതാം: 2x1 പ്ലസ് 3x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറ്റിയിട്ട് നമ്മൾ എന്താക്കണം? ഈക്വൽ ടു ആക്കണം. അപ്പോഴേ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതേപോലെ തന്നെ ആദ്യം x1നെ നമ്മൾ 0 ആക്കി എടുക്കും. അപ്പോൾ ഇക്വേഷൻ 2 ഇൻറ്റു 0 പ്ലസ് 3x2 ഈക്വൽ ടു 1500. 2 ഇൻറ്റു 0 0 ആണ്.
3x2 ഈക്വൽ ടു 1500. അപ്പോൾ x2 ഈക്വൽ ടു 1500 ഡിവൈഡഡ് ബൈ 3. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 500 ആണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് നമുക്ക് കിട്ടി. x1 0യും x2 എന്ന് പറയുന്നത് 500ഉം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? x2നെ 0 ആക്കി എടുക്കണം. ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ വരിക? 2x1 പ്ലസ് 3x2 എന്നുള്ളിടത്ത് 3 × 0 ഈക്വൽ ടു 1500. 2x1 3 × 0 0 ആണ്. അപ്പോൾ 2x1 ഈക്വൽ ടു 1500. x1 ഈക്വൽ ടു 1500 ഡിവൈഡഡ് ബൈ 2. 1500 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 750 എന്ന് കിട്ടും. അപ്പോൾ x1 750 ആണ്, x2 0 ആണ്. അടുത്ത പോയിന്റും കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 ടെർമിനൽ പോയിന്റ്സ് കിട്ടി. ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 4 ടെർമിനൽ പോയിന്റ്സ് കിട്ടി. ഈ ടെർമിനൽ പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ ഈ ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ട വാല്യൂസ് ഏതൊക്കെയാണ്? ഈ 750, 500 ഈ വാല്യൂസാണ് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിൽ 100, 200, 300 അങ്ങനെയാണ് ഗ്രാഫിൽ അടയാളപ്പെടുത്തുന്നത്. ചെറിയ സംഖ്യകളാണെങ്കിൽ നമ്മൾ 10, 20 അങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇത് x1 ആണ്, ഇത് x2 ആണ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ x1നും x2നും പകരം x, y എന്ന് കൊടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇത് 0 ആണ്. ഞാൻ 100, 200 അങ്ങനെയാണ് കേട്ടോ എടുക്കണേ. 200, 300, 400, 500, 600, 700, ഒരു 800 വരെ എഴുതിയിട്ടുണ്ട്. കാരണം നമ്മുടെ മാക്സിമം പോയിന്റ് വരുന്നത് 750 ആണ്. ഇവിടെ അതേപോലെ തന്നെ 100, 200, 300, 400, 500, 600, 700, 800. ഇവിടെ ഞാൻ 800 വരെ എടുത്തു. ഇനി നമ്മൾ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നോക്കുക. ആദ്യത്തെ ഇക്വേഷൻ്റെ 2 പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയത് 1 0 750 പിന്നെ 1 500 0 ആണ്. അപ്പോൾ ഞാൻ ആ പോയിൻറ്റ്സ് എഴുതുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏതൊക്കെ പോയിൻറ്റ്സ് ആയിരുന്നു പ്ലോട്ട് ചെയ്യേണ്ടത്? ആദ്യത്തെ ഇക്വേഷൻ്റെയാണ് 0 750. രണ്ടാമത്തെ ഇക്വേഷനിൽ നമുക്ക് കിട്ടിയ വാല്യൂ 500 0 ആയിരുന്നു. രണ്ടാമത്തെ ഇക്വേഷനിലല്ല, ആദ്യത്തെ ഇക്വേഷനിൽ തന്നെ x1ന് 0 കൊടുക്കുമ്പോൾ x2 750, പിന്നെ x2ന് 0 കൊടുക്കുമ്പോൾ x1 500. ഇത് രണ്ടും ഏതിൻ്റെ ആയിരുന്നു? ഒന്നാമത്തെ ഇക്വേഷൻ്റെ പോയിൻറ്റ്സ് ആയിരുന്നു. രണ്ടാമത്തെ ഇക്വേഷൻ്റെ പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയത് 1 0 500ഉം രണ്ടാമത് നമുക്ക് കിട്ടിയത് 750 0 ആയിരുന്നു. ഇത് രണ്ടും രണ്ടാമത്തെ ഇക്വേഷൻ്റെ പോയിൻറ്റ്സ് ആണ്. ഞാൻ എപ്പോഴെപ്പോഴും നീക്കി നോക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഈ പോയിൻറ്റ്സ് ഇങ്ങനെ എടുത്തെഴുതിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ ഇക്വേഷൻ്റെ 2 പോയിൻറ്റ്സ് നമുക്ക് അടയാളപ്പെടുത്താം. 0 750. അപ്പോൾ x1 0, x2 750. x2 ഇതാണ്, ഇവിടെ 700 വരുന്നുണ്ട്. അപ്പോൾ 750 എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഇതാ ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇതാണ് 0 750. x1ൽ 0 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ x2ൻ്റെ ആക്സസിൽ 750 അടയാളപ്പെടുത്തുക. അടുത്ത പോയിന്റ് ഫസ്റ്റ് ഇക്വേഷനിൽ തന്നെ അടുത്ത പോയിന്റ് 500 0 ആണ്. 500 0 എന്ന് പറയുമ്പോൾ x1 ആണ് എന്ത്? 500. 500 ഇതാ ഇവിടെയാണ്. അപ്പോൾ 500 0 എന്ന് പറയുന്നത് ഈ പോയിൻ്റാണ് 500 0. ഇനി എന്ത് ചെയ്യണം? നമ്മൾ സ്കെയിലൊക്കെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം കേട്ടോ. ഇതിനെ തമ്മിൽ യോജിപ്പിച്ച് വരച്ചു. ഇത് ഫസ്റ്റ് ഇക്വേഷൻ്റെ ലൈനാണ്. ഈ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? 3x1 പ്ലസ് 2x2 ഈക്വൽ ടു 1500. അതായിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ. ഞാൻ ഈ ലൈൻ ഏതിൻ്റെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ എഴുതി വയ്ക്കുന്നുണ്ട്. 3x1 പ്ലസ് 2x2 ഈക്വൽ ടു 1500. ഇതായിരുന്നു ഈ ലൈനിൻ്റെ ഇക്വേഷൻ. ഇനി അടുത്ത ഈ 2 പോയിൻറ്റ്സ് 0 500. x1ൽ 0, x2ൽ 500. അപ്പോൾ ഇതാണ് ആ പോയിൻ്റ് 0 500 എന്ന് പറയുന്ന പോയിൻ്റ്. ഇതാണ് ഇവിടെയാണ്. പിന്നെ x1ൽ 750. 700 ഇവിടെ, 750 ഏകദേശം ഇവിടെ ആയിരിക്കും വരിക. അപ്പോൾ 750 0 എന്ന് പറയുന്ന പോയിൻ്റ് ഇതാണ്. അപ്പോൾ ഇത്
ഈ ലൈനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ട് ഇതിലേക്ക് വരയ്ക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ്റെ ലൈന്, ഈ ലൈനിൻ്റെ ഇക്വേഷന് അതിൻ്റെ അടുത്തും പിന്നെ ഈ ലൈനിൽ അതിൻ്റെ ഇക്വേഷനും നിങ്ങൾ എഴുതി വയ്ക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടെർമിനൽ പോയിൻറ്സും കണ്ടുപിടിച്ചു, നമ്മൾ ഗ്രാഫും വരച്ചു. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കണം. ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കണം. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യന്. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു എങ്ങനെ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുക. കൺസ്ട്രെയിൻസ് നോക്കുക. കൺസ്ട്രെയിൻസിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ വരച്ചിട്ടുള്ള ഈ രണ്ട് ലൈനിനും കോമൺ ആയിട്ട് താഴെ വരുന്ന ഭാഗമായിരിക്കും. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ രണ്ട് ലൈനിൻ്റെയും കോമൺ ആയിട്ടുള്ള മുകൾ ഭാഗമായിരിക്കും. ലെസ് ദാൻ ആയതുകൊണ്ട് ഈ രണ്ട് ലൈനിൻ്റെയും കോമൺ ആയിട്ട് താഴെ വരുന്ന ഭാഗം, അതായത് ഈ ലൈന് നമ്മൾ വരച്ച ഈ ലൈനിൻ്റെ താഴ്ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാ ഇത്രയും ഭാഗം പെടും. ഈ ലൈനിൻ്റെ താഴ്ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് തൊട്ടിടാ ഈ അറ്റം വരെ പെടും. പക്ഷേ ഇത് മൊത്തത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് വേണ്ടത് രണ്ട് ലൈനിനും കോമൺ ആയിട്ടുള്ള താഴെയുള്ള ഭാഗം. രണ്ട് ലൈനിനും കോമൺ ആയിട്ട് താഴെയുള്ള ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? ഇതാ ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഇത്രയും ഭാഗമാണ് ഈ രണ്ട് ലൈനിനും കോമൺ ആയിട്ടുള്ള താഴെയുള്ള ഭാഗം. നമുക്ക് ഇതെടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അത് ഈ ലൈനിൻ്റെ മാത്രം താഴെയാണ്, ഈ ലൈനിൻ്റെ മുകളിലാണ് ഈ ഭാഗം. അപ്പോൾ നമുക്ക് ഇതെടുക്കാൻ പറ്റില്ല. ഇതെടുക്കാൻ പറ്റുമോ? ഇതും എടുക്കാൻ പറ്റില്ല. കാരണം അതെന്താണ്? അത് ഈ പോകുന്ന ലൈനിൻ്റെ താഴെയാണ്, ഓക്കെ. പക്ഷെ എന്താണ്, മറ്റ് നമ്മൾ വരച്ച ലൈനിൻ്റെ മുകളിലാണ് ഇത് വരുന്നത്. അപ്പോൾ രണ്ട് ലൈനിൻ്റെയും താഴെ വരണം. അപ്പോൾ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഫീസിബിൾ റീജിയൻ കിട്ടി. ഫീസിബിൾ റീജിയൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കോർണറിന് പേര് കൊടുക്കുക. ഇതാണ് ഒരു കോർണർ, അതിന് എ എന്ന് കൊടുത്തു. ഇതൊരു കോർണർ ബി എന്ന് കൊടുത്തു. ഇതൊരു കോർണർ സി, ഇതൊരു കോർണർ, ഈ രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗം, ഇതിന് ഞാൻ ഡി എന്നും കൊടുത്തു. അപ്പോൾ നമ്മൾ ഫീസിബിൾ റീജിയന് പേര് കൊടുത്തു. ഫീസിബിൾ റീജിയന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടത്? ആ കോർണർ പോയിൻറ്റ്സിൻ്റെ വാല്യൂസ് നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പോൾ കോർണർ പോയിൻറ്റ്സിന് പേര് കൊടുത്തത് എങ്ങനെയായിരുന്നു? എ ബി സി ഡി ആയിരുന്നു. അതിൽ ഓരോ കോർണർ പോയിൻറ്റ്സിൻ്റെയും വാല്യൂസ്, എയിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് എത്രയായിരുന്നു? 0 500. ഇവിടെയുള്ള ഈ പോയിൻ്റ് 0 500. ഞാനിപ്പോൾ ഈ ലൈന് വരച്ചുകൊണ്ടാണ് നിങ്ങൾക്കത് കാണാത്തത്. നമ്മൾ കണ്ടുപിടിച്ച പോയിൻ്റ് ആയിരുന്നു. എയുടെ വാല്യൂ എന്ന് പറയുന്നത് x1 0ഉം x2 500ഉം ആണ്. ബി എന്താണ്? ഇതാ ഇവിടെ, അത് x1ഉം x2ഉം എന്താണ്? 0 ആണ്. സി എന്ന് പറയുന്നത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് 500 0 ആണ് സിൻ്റെത്. x1 500ഉം x2 0ഉം. ഇനി ഡി നോക്കണം. ഡി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലൈനുകളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗമാണ്. അവിടെ നമുക്ക് പോയിൻറ്റ്സ് എഴുതിയിട്ടില്ല, നമ്മളത് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ രണ്ട് ലൈനിൻ്റെയും ഇക്വേഷൻസ് ഒരേപോലെ ആക്കിയിട്ട് അത് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പോയിൻറ്റ്സ് കിട്ടുക. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേപോലെ തന്നെ. അപ്പോൾ ആദ്യം ഞാൻ ആ രണ്ട് ഇക്വേഷൻസ് എഴുതുന്നുണ്ട്. ഇക്വേഷൻ എന്താണ്? 3x1 + 2x2 = 1500. ഇതായിരുന്നു ഫസ്റ്റത്തെ ഇക്വേഷന്. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞത് 2x1 + 3x2 = 1500. ഇതായിരുന്നു രണ്ടാമത്തെ ഇക്വേഷൻ. ഇതിൽ നമ്മൾ ഒരു ഇക്വേഷനെ എടുത്തിട്ട് അതിനെ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ട് നമുക്ക് ഒരേപോലെ ആക്കാൻ പറ്റില്ല. ഈ മൂന്നിനെ ഏത് സംഖ്യ, ഇപ്പോൾ ഇവിടെയുള്ള ഈ രണ്ടിനെ നമ്മൾ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും നമുക്ക് ഈ 3 ആക്കാൻ പറ്റില്ല. ഇവിടെയുള്ള ഈ രണ്ടിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും നമുക്ക് 3 ആക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഗുണിച്ചിട്ട് ഏതെങ്കിലും ഒരു സംഖ്യ എടുത്തിട്ട് ഗുണിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടെ എന്തായിരുന്നു വാല്യൂ ഉണ്ടായിരുന്നത്? 3x1 2x2 ആയിരുന്നു വാല്യൂ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഈക്വൽ ആക്കാൻ നിങ്ങൾ ഇപ്പോൾ x1നെയാണ് ഈക്വൽ ആക്കുന്നതെങ്കിൽ ഈ x1നെയോ x2നെയോ ഏതിനെ വേണമെങ്കിലും നമുക്ക് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഒരേപോലെ വന്നു കഴിഞ്ഞാൽ നമ്മളത് വെട്ടിപ്പോവും. അപ്പോൾ ഈ 3x1 + 2x2 1500, 2x1 + 3x2 1500. ഇതിനെ
വാല്യൂസ് ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, x1 ആണ് ഒരേപോലെ ആക്കുന്നതെങ്കിൽ ഈ ഫസ്റ്റത്തെ ഈ ഇക്വേഷനെ ഈ 2 കൊണ്ട് ഗുണിക്കുക. അതായത് x1 ആണ് ഒരേപോലെ ആക്കുന്നതെങ്കിൽ ഇത് ഇക്വേഷൻ 1ഉം ഇത് ഇക്വേഷൻ 2ഉം. x1നെയാണ് നമ്മൾ ഒരേപോലെ ആക്കുന്നതെങ്കിൽ ആദ്യത്തെ ഇക്വേഷനെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുക, താഴെയുള്ള ഇക്വേഷനെ നമ്മൾ ഈ 3 കൊണ്ടും ഗുണിക്കുക. അപ്പോൾ ഒരേപോലെ എടുക്കണം. അപ്പോൾ x1 ആണ് നമുക്ക് ഒരേപോലെ ആക്കേണ്ടതെങ്കിൽ ഫസ്റ്റത്തെ ഇക്വേഷനെ താഴത്തെ ഇക്വേഷനിലെ x1ൻ്റെ അടുത്തുള്ള 2 കൊണ്ട് ഗുണിക്കുക, താഴത്തെ ഇക്വേഷനെ മുകളിലുള്ള ഇക്വേഷനിലെ x1ൻ്റെ അടുത്തുള്ള 3 കൊണ്ട് ഗുണിക്കുക. ഇനിയിപ്പോൾ നമ്മൾ x2 ആണ് ഒരേപോലെ ആക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഫസ്റ്റത്തെ ഇക്വേഷനെ താഴെയുള്ള ഇക്വേഷൻ്റെ x2ൻ്റെ അടുത്തുള്ള 3 കൊണ്ട് ഗുണിക്കുക, പിന്നെ ഈ താഴെയുള്ള x2നെ മുകളിലുള്ള ഇക്വേഷൻ്റെ 2 കൊണ്ടും ഗുണിക്കുക. എങ്ങനെ വേണമെങ്കിലും ഏത് വേണമെങ്കിലും നമുക്ക് ഈക്വൽ ആക്കി എടുക്കാം. ഏതെങ്കിലും ഒന്നേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഫസ്റ്റത്തെ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എടുക്കാം, ഫസ്റ്റത്തെ ഇക്വേഷനെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുകയാണ്. ഫസ്റ്റത്തെ ഇക്വേഷനെ 2 കൊണ്ട് ഗുണിക്കുകയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷനെ 3 കൊണ്ടും ഗുണിക്കുകയാണ്. അതായത് ഈ ഫസ്റ്റ് ഞാൻ x1നെയാണ് ഒരേപോലെ ആക്കുന്നത്. അപ്പോൾ x1നെ ഒരേപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഇക്വേഷനെ ഇതേപോലെ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, താഴത്തെ ഇക്വേഷനത്തെ x1ൻ്റെ അടുത്തുള്ള 2 കൊണ്ട് ഗുണിക്കുകയാണ്. പിന്നെ ഈ താഴെയുള്ള ഇക്വേഷനെ ഞാൻ മുകളിലുള്ള ഇക്വേഷനത്തെ 3 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ ഒരേപോലെ ആക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും, 3 × 2 6x1 പ്ലസ് 4x2 ഈക്വൽ ടു 1500നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 3000 ആണ് കിട്ടുക. ഇനി രണ്ടാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 6x1. ഇപ്പോൾ കണ്ടില്ലേ, മുകളിലും 6x1 ആയി, താഴെയും 6x1 ആയി. അപ്പോൾ അത് തമ്മിൽ എന്ത് ചെയ്യും, വെട്ടിപ്പോവും. പിന്നെ 9x2 ഈക്വൽ ടു 4500. അപ്പോൾ ഈ ഫസ്റ്റിലെ ഇക്വേഷനെ മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്തു, 2 കൊണ്ട് ഗുണിച്ചു. രണ്ടാമത്തെ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്തു, 3 കൊണ്ട് ഗുണിച്ചു. രണ്ടാമത്തെ ഇക്വേഷനെ ഞാൻ 3 കൊണ്ടും ഗുണിച്ചു. അപ്പോൾ എങ്ങനെയാണ് വരിക, 6x1 പ്ലസ് 4x2 ഈക്വൽ ടു, അപ്പോൾ നമ്മൾ ഇക്വേഷന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തെ ഇക്വേഷനെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു. x1 ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഫസ്റ്റത്തെ ഇക്വേഷനെ താഴത്തെ ഇക്വേഷനത്തെ x1ൻ്റെ കൂടെയുള്ള 2 കൊണ്ടും ഗുണിച്ചു. താഴത്തെ ഇക്വേഷനെ മുകളിലത്തെ ഇക്വേഷനിലുള്ള x1ൻ്റെ അടുത്തുള്ള 3 കൊണ്ടും ഗുണിച്ചു. അപ്പോൾ നമുക്ക് x1 ഈക്വൽ ആക്കി കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്, മൈനസ് ചെയ്യുക. 6x1 നിന്ന് 6x1 കുറയ്ക്കുമ്പോൾ 0 വരും. പിന്നെ 4x2, 6x1ൽ നിന്ന് 6x1 കുറയ്ക്കുമ്പോൾ 0 പോവും, അതെന്താണ്, വെട്ടിപ്പോവും. പിന്നെ 4x2 9x2, 4x2 നിന്ന് 9x2 കുറയ്ക്കുമ്പോൾ -5x2 എന്ന് കിട്ടും. പിന്നെ 3000ൽ നിന്ന് 4500 മൈനസ് ചെയ്യുമ്പോൾ -1500 എന്നും കിട്ടും. അപ്പം -5x2 എന്ന് പറയുന്നത് -1500 ആണെന്നുണ്ടെങ്കിൽ x2 എന്ന് പറയുന്നത് -1500 ഡിവൈഡഡ് ബൈ -5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, -1500 ഡിവൈഡഡ് ബൈ -5 എന്ന് പറയുമ്പോൾ നമുക്ക് 300 എന്നാണ് കിട്ടുക. അപ്പോൾ x2 നമുക്ക് എന്തെന്ന് കിട്ടും, 300 എന്ന് കിട്ടും. x2 300 എന്ന് കിട്ടും. x2 മാത്രം കിട്ടിയാൽ പോലെ നമുക്ക് എന്തും കൂടെ കിട്ടണം, x1ഉം കൂടെ കിട്ടണം. അപ്പോൾ x1 കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനിലോ ഇപ്പോൾ കിട്ടിയിട്ടുള്ള x2ൻ്റെ ഈ 300 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുക. ഞാനപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷനിൽ ഈ x2ൻ്റെ 300 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. 6x1 പ്ലസ് 4x2 എന്നുള്ളിടത്ത് x2 നമുക്ക് 300 എന്ന് കിട്ടി, ഈക്വൽ ടു 3000. അപ്പോൾ 6x1 പ്ലസ് 4 × 300 1200 ഈക്വൽ ടു 3000. ഇനി ഇതിൽ നമ്മൾ 6x1നെ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ
ഈക്വൽ ടു 1800. 6x1 1800 ആണെങ്കിൽ x1 കാണാൻ 1800 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് 300 എന്ന് കിട്ടും. അപ്പോൾ x1ഉം 300 ആണ്, x2ഉം 300 ആണ്. അപ്പോൾ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് x1ഉം 300, x2ഉം 300. x1 300 ആണ്, x2ഉം 300 ആണ്. അപ്പോൾ നമുക്ക് കോർണർ പോയിൻറ്റ്സ്, എല്ലാ കോർണർ പോയിൻറ്റ്സിലെയും വാല്യൂസ് കിട്ടി. 0 500 0 0 500 0 300 300. അപ്പം നമുക്ക് എല്ലാ കോർണർ പോയിൻറ്റ്സും കിട്ടി. എ എന്ന് പറഞ്ഞ കോർണറിൽ x1 0 ആണ്, x2 500 ആണ്. ബി എന്ന് പറയുന്ന കോർണറിൽ x1 0 x2 0. സിയിൽ x1 500 x2 0. ഡി എന്ന് പറഞ്ഞ കോർണറിൽ x1ഉം 300 x2ഉം 300. ടെർമിനൽ പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഈ x1ൻ്റെയും x2ൻ്റെയും വാല്യൂസ് എഴുതിയിട്ട് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്ത് നോക്കുക. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരുന്നു? z ഈക്വൽ ടു 50x1 പ്ലസ് 60x2. ഇതായിരുന്നു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്, 60x2. അപ്പോൾ ഇതിലെഴുതുമ്പോൾ നമ്മൾ 50x1 0, 50 ഇൻറ്റു 0 പ്ലസ് 60 ഇൻറ്റു 500, 50 ഇൻറ്റു 0 പ്ലസ് 60 ഇൻറ്റു 500. നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 30,000 ആണ്. 30,000. രണ്ടാമത്തെ നമുക്കറിയാം രണ്ടും 0 ആയതുകൊണ്ട് ആൻസറും 0 തന്നെയായിരിക്കും. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞത് 50 ഇൻറ്റു 500 പ്ലസ് 60 ഇൻറ്റു 0. 50 ഇൻറ്റു 500 എന്ന് പറയുമ്പോൾ 2000 അല്ല 25,000 ആണ് വരിക. 25,000 ആണ് വരിക. പിന്നെ അടുത്തത് 300 ആണ്. അപ്പോൾ 50 ഇൻറ്റു 300 പ്ലസ് 60 ഇൻറ്റു 300. ഇത് ചെയ്യുമ്പോൾ 33,000 ആണ് വരിക. 33,000. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ 50x1 പ്ലസ് 60x2 ആണ്. അതിൽ x1ൻ്റെയും x2ൻ്റെയും സ്ഥാനത്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള കോർണർ പോയിൻറ്റ്സുകൾ നമ്മൾ എഴുതി. അപ്പോൾ കോർണർ പോയിൻറ്റ്സ് എഴുതിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള വാല്യൂസിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 33,000 ആണ്. 30,000 25,000 0 33,000 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഹയസ്റ്റ് വാല്യൂ 33,000 ആണ്. അപ്പോൾ നമ്മുടെ ഒപ്റ്റിമം എന്ന് പറയുന്നത് ഈ 300 ആണ്. അപ്പോൾ ഒപ്റ്റിമം x1 300ഉം x2 എന്ന് പറഞ്ഞത് 300ഉം ആണ്. അപ്പോൾ x1 300ഉം x2 300ഉം ആവുമ്പോഴാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത്. ലാസ്റ്റ് നിങ്ങൾ എഴുതി വെക്കണം എന്താണ്? ഒപ്റ്റിമം ലെവൽ ഓഫ് x1. ഇത് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിൻ്റെത് 300 ആണ്. പിന്നെ എന്താണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ്, മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 33,000 ആണ്. അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ കാൽക്കുലേഷൻ ചെയ്തിട്ട് ഇതിനൊരു റൗണ്ടോ അല്ലെങ്കിൽ ടിക്കോ ഇട്ട് വെച്ചാലും മതി. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത്.